ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +2 ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കൂളംസ് ലോ എന്താണ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രധാനമായും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫീൽഡ് ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ അറ്റ് എനി പോയിന്റ് ഈസ് ദ സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്നാൽ ഒരു ഇമാജിനറി ലൈനാണ്. ശരിക്കും അത് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ലൈൻസ് അല്ല, അല്ലേ? ഇമാജിനറി ലൈനാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇമാജിനറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ഇമാജിനറി ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു പോയിന്റിലുള്ള ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ടാൻജൻറ്റ് വരച്ച് നോക്കിയാൽ മതി. ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട്, പ്രധാനമായും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റിൽ നമ്മൾ വരക്കുന്ന ഇമാജിനറി ലൈൻസിനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം, അല്ലേ? നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വരക്കുകയാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് പി എന്ന പോയിന്റിലുള്ള, ഇതൊരു പി എന്ന പോയിന്റാണ്. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഈ പി എന്ന പോയിന്റിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ടാൻജൻറ്റ് വരച്ച് നോക്കിയാൽ മതി. ഇതാണ് ടാൻജൻറ്റ്, അല്ലേ? ഈ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന കൺസെപ്റ്റ്, അല്ലേ? ഇനി ദേ സ്റ്റാർട്ട് ഔട്ട് ഓഫ് എ പോസിറ്റീവ് ചാർജ് ഓർ ഇൻഫിനിറ്റി. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും. ഇവിടെ നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട്, അല്ലേ? ഇതൊരു പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന രൂപത്തിലാണ് ഇവിടെ നമ്മൾ ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ദേ സ്റ്റാർട്ട് ഔട്ട് ഫ്രം എ പോസിറ്റീവ് ചാർജ്. ഇനി ഇവിടെ നമ്മൾ നെഗറ്റീവ് ചാർജ് കാണുന്നുണ്ട്, അല്ലേ? നെഗറ്റീവ് ചാർജിൽ നമ്മൾ ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്, അല്ലേ? ആ ഫീൽഡ് ലൈൻസ് വരുന്നത് എവിടെ നിന്നാണ്? ഇൻഫിനിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഒറിജിൻ ഇൻഫിനിറ്റിയാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ നമുക്ക് പറയാം ഒന്നുകിൽ അവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നാണ്, അല്ലേ? ദ സ്റ്റാർട്ട് ഔട്ട് ഓഫ് എ പോസിറ്റീവ് ചാർജ് ഓർ ഇൻഫിനിറ്റി. ഇനി ദ ടെർമിനേറ്റ് അറ്റ് നെഗറ്റീവ് ചാർജ് ഓർ അറ്റ് ഇൻഫിനിറ്റി. ഇത് നമ്മൾ പറഞ്ഞു ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഫീൽഡ് ലൈൻസ് ടെർമിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലാണ്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഔട്ട് ഓഫ് എ പോസിറ്റീവ് ചാർജ് ഓർ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ടെർമിനേറ്റ് അറ്റ് നെഗറ്റീവ് ചാർജ് ഓർ അറ്റ് ഇൻഫിനിറ്റി. അവർ ടെർമിനേറ്റ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് ഒന്നുകിൽ നെഗറ്റീവ് ചാർജിലാണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലാണ്. ഇനി ടാൻജൻറ്റ് ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഗിവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതായത് ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്, അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ, ആ പോയിന്റിന് ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ ഇതൊരു R എന്ന പോയിന്റാണ്, അല്ലേ? R എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്, അല്ലേ? ഇനി ഇവിടെ നമുക്കൊരു M എന്ന പോയിന്റ് എടുക്കാം, അല്ലേ? M ആണെങ്കിൽ ഇവിടുത്തെ ടാൻജൻ്റ് ആയിരിക്കും, ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അല്ലേ? അങ്ങനെ ഏത് പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ
ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി ദേ ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പരസ്പരം ക്രോസ് ചെയ്യില്ല, അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് സപ്പോസ് രണ്ട് ഇലക്ട്രിക് ഫീൽഡ്, ഒന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇതാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീൽഡ് ലൈന് ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ, ഇതൊരു പി എന്ന പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പി എന്ന പോയിന്റിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് ഈ ഒരു ലൈനിന് ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ആദ്യത്തെ ലൈന് ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് വരയ്ക്കുക, അല്ലേ? രണ്ടാമത്തെ ലൈനിന്, രണ്ടാമത്തെ ഫീൽഡ് ലൈന് ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് വരയ്ക്കുക. അപ്പോൾ പി എന്ന പോയിന്റിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ കിട്ടും, വിച്ച് ഈസ് ഇമ്പോസിബിൾ, അല്ലേ? രണ്ട് ഡയറക്ഷൻ ഉണ്ടാവാൻ പാടില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. അതുപോലെ തന്നെ ക്യാൻ നെവർ ബി ക്ലോസ്ഡ് ലൂപ്സ്. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല, അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്, അല്ലേ? എന്നിട്ട് നെഗറ്റീവ് ചാർജിൽ വന്ന് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു ഒറിജിനും ഇവിടെ എന്തുണ്ട്? ഒരു ടെർമിനേഷനും ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങും ഇവിടെ ഒരു എൻഡിങ്ങും ഉണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എൻഡ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ അവർ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു സവിശേഷതയാണ്. ക്രൗഡഡ് ലൈൻസ് റെപ്രസെൻറ്റ് സ്ട്രോങ് ഫീൽഡ് വൈൽ ഡിസ്റ്റൻറ്റ് ലൈൻസ് വീക്ക് ഫീൽഡ്. അതായത് ഫീൽഡ് ക്രൗഡഡ് ലൈൻസ് ആണെങ്കിൽ, അടുപ്പിച്ച് കാണപ്പെടുന്ന ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് എന്നാണ്, അല്ലേ? ഇനിയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡിസ്റ്റൻസിലാണ് ഉള്ളതെങ്കിൽ, ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ അവിടെയുള്ള ഫീൽഡ് വീക്കാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ക്രൗഡഡ് ലൈൻസ്, ഇവിടെ ഉള്ളത് ക്രൗഡഡ് ലൈൻസ് ആണ്, അല്ലേ? ക്രൗഡഡ് ലൈൻസ്. അതുപോലെ തന്നെ ഡിസ്റ്റൻറ്റ് ലൈൻസ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം, ഡിസ്റ്റൻറ്റ് ലൈൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് വീക്കാണ് എന്നാണ്. ലൈൻസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നോർമൽ ടു ദി ഏരിയ അറ്റ് എ പോയിന്റ് റെപ്രസെൻറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതായത് ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ എടുക്കുകയാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ, യൂണിറ്റ് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിൽ എത്ര നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ഒരേപോലെയുള്ള രണ്ട് ഏരിയാസ് എടുത്തു, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം 3 ലൈൻസ് കടന്നു പോകുന്നുണ്ട് ഒരേ ഏരിയയിലൂടെ. എ എന്ന ഏരിയ എടുക്കുകയാണെങ്കിൽ ഇവിടെയും എ എന്ന ഏരിയ എടുക്കണം നമ്മൾ, അല്ലേ? യൂണിറ്റ് ഏരിയ ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ 3 ലൈൻസ് കടന്നു പോകുന്നുണ്ട്, ഇവിടെ 2 ലൈൻസ് എന്ത് ചെയ്യുന്നുള്ളൂ? കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രോങ് ആണ്, ഇത് വീക്കാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ആണ്, ചെറുതാണ്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലാർജ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള യൂണിഫോം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ ക്രൗഡഡ് ലൈൻസ് ആണെങ്കിൽ, ഒരു സ്ഥലത്ത് ക്രൗഡഡ് ലൈൻസ് ആണ്, ഏറ്റവും അടുത്തടുത്താണ് ഫീൽഡ് ലൈൻസ് കാണപ്പെടുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഡിസ്റ്റൻറ്റ് ലൈൻസ് ആണുള്ളതെങ്കിൽ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥലത്തുള്ള ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടാൽ മതി. ഇനി the number of lines originating or terminating on a charge is proportional to the magnitude of charge. അതായത് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണലാണ് അതിൽ ടെർമിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ചാർജിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ലൈൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയാൽ അതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടും, അല്ലേ? അതുപോലെ തന്നെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞാൽ
അതിൽ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ടെർമിനേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ കുറയും അല്ലേ. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, അതുപോലെ ബി ഉണ്ട്, അതുപോലെ സി ഉണ്ട് അല്ലേ. ഇതിൽ എയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ കുറവാണ് അല്ലേ. 1 2 3 4 5 6 7 8 ഏകദേശം 8 ലൈൻസാണ് ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ബിയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ്, നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. സിയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ലെസ് ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ലെസ് ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എന്ന് പറയാം അല്ലേ. ഇവിടെയുള്ള ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറവാണ്, ബിയിലുള്ളത് അതിനേക്കാൾ കൂടുതലാണ്, സിയിലുള്ളത് അതിനേക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ട് ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെയുള്ള ലൈൻസിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അല്ലേ. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുക അല്ലേ. ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന രൂപത്തിലാണ് വരയ്ക്കുക. ഇവിടെ ചെറിയ +Q അതായത് ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് റിപ്പൾഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബെൻഡിങ്, ചെറിയ രൂപത്തിലുള്ള ബെൻഡിങ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ രൂപത്തിലാണ് ഈക്വൽ പോസിറ്റീവ് ചാർജസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരക്കുന്നത്. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജസിൻ്റെതും നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇവിടെ ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരികയാണ് അല്ലേ. ഫീൽഡ് ലൈൻസ് ചാർജിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ മൈനസ് ചാർജിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജിൽ വന്നിട്ട് അവർ ടെർമിനേറ്റ് ചെയ്യാണ് അല്ലേ. ഇതാണ് രണ്ട് നെഗറ്റീവ് ചാർജസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡൈപോളിൻ്റെതും വരയ്ക്കാൻ പറ്റും അല്ലേ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഓപ്പോസിറ്റ് ചാർജസിൻ്റെ സിസ്റ്റത്തിനാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഈക്വൽ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പോസിറ്റീവിൽ നിന്ന് തുടങ്ങിയിട്ട് നെഗറ്റീവിൽ എൻഡ് ചെയ്യാണ് അല്ലേ. പോസിറ്റീവിൽ നിന്ന് തുടങ്ങിയിട്ട് നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്നു. ഈ രൂപത്തിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇത്രയുമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ സവിശേഷതകൾ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് ഓർ സ്റ്റാർട്ട് നോർമലി അറ്റ് ദി സർഫസ് ഓഫ് എ കണ്ടക്ടർ. നോർമലി എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ടു എന്നാണ് മീനിങ്. പെർപെൻഡിക്കുലർ ആണ് എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിവിടെ നോർമലി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലാണെങ്കിൽ, ഒരു കണ്ടക്ടറിൻ്റെ സർഫസ് നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, പോസിറ്റീവ് ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതൊക്കെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടക്ടറിൻ്റെ സർഫസിൽ കണ്ടക്ടറിൻ്റെ ഏരിയക്ക് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അവർ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ ടെർമിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഒരു പോയിന്റിൽ നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈന് ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ പോയിന്റിലുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈച്ച് അതർ ക്രോസ് ചെയ്യില്ല അല്ലേ. ദേ ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. അതുപോലെ തന്നെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കൺസെപ്റ്റാണ് കണ്ടക്ടേഴ്സിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ലൈൻസ് എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ വ്യത്യസ്ത ഫീൽഡ് ലൈൻസ്, അതായത് രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും അതുപോലെ രണ്ട് നെഗറ്റീവ് ചാർജുള്ള സിസ്റ്റം ആണെങ്കിലും അതുപോലെ ഡൈപോൾ സിസ്റ്റം ആണെങ്കിലും ഒക്കെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ റെപ്രസെൻറ്റേഷനും നമ്മൾ കണ്ടു. ചെറിയ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലേ. ഇൻ ദി അഡ്ജോയിനിങ് ഫിഗർ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോർ ചാർജസ് Q1 ആൻഡ് Q2 ആർ ഷോൺ. ഐഡൻറ്റിഫൈ ദി സൈൻ ഓഫ് ദി ചാർജസ്. ചാർജിൻ്റെ സൈൻ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഇവിടെ പിക്ചറിൽ നമുക്കറിയാം ഫീൽഡ് ലൈൻസ്
ചാർജിൽ നിന്ന് തുടങ്ങുകയാണ് അല്ലേ, എന്നിട്ട് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം, ഇവിടെ ചാർജിൽ നിന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങായതുകൊണ്ട് തന്നെ Q1 എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തുടങ്ങുക അല്ലേ. ഇവിടെ Q2 എൻഡ് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ Q2 നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പർ ചാർജ് ഈസ് പോസിറ്റീവ് ആൻഡ് ലോവർ ചാർജ് ഈസ് നെഗറ്റീവ്. മുകളിലുള്ളത് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ താഴെയുള്ളത് നെഗറ്റീവ് ചാർജുമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാംസ് ഷോസ് ദി കറക്റ്റ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഏതാണ് കറക്റ്റ് ലൈൻസ് ഓഫ് ഫോഴ്സ് റെപ്രസെൻറ്റേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പോസിറ്റീവ് ചാർജാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ് അല്ലേ. പോസിറ്റീവ് ചാർജിലല്ല നെഗറ്റീവ് ചാർജിലാണ് എന്ത് ചെയ്യുക, ഫീൽഡ് ലൈൻസ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പിക്ചറിൽ പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഡയഗ്രം ഉള്ളത് അല്ലേ, വിച്ച് ഈസ് കറക്റ്റ്. ഇനി മൂന്നാമത്തെ പിക്ചറിലാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജാണുള്ളത്, പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗം കറക്റ്റാണ് അല്ലേ. ഇനി ഈ സൈഡാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജാണുള്ളത്, പക്ഷെ നെഗറ്റീവ് ചാർജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് ഇൻകറക്റ്റ് അല്ലേ, കറക്റ്റ് അല്ല. ഇനി നാലാമത്തെ പിക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഈ സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ, അതും എന്താണ്, ഇൻകറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓക്കെ ആണ് അല്ലേ, പോസിറ്റീവ് ചാർജിൽ നിന്നും എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഭാഗം ഇൻകറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന ഓപ്ഷനും ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം അല്ലേ. ഇൻ ഫിഗർ ഷോൺ ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എമേർജിങ് ഫ്രം എ ചാർജ്ഡ് ബോഡി. ഒരു ചാർജ്ഡ് ബോഡിയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യുന്നു അല്ലേ. ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ്സ് അറ്റ് എ ആൻഡ് ബി ആർ ഇ എ ആൻഡ് ഇ ബി റെസ്പെക്റ്റീവ്ലി. ഈ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇഫ് ദി ഇലക്ട്രിക് ഫീൽഡ്സ് അറ്റ് എ ആൻഡ് ബി ആർ ഇ എ ആൻഡ് ഇ ബി അല്ലേ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ബി ആണെങ്കിൽ താഴെയുള്ളതിൽ ഏതാണ് ശരിയായ ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരുപാട് ലൈൻസ്, ക്രൗഡഡ് ലൈൻസ് ഉണ്ട് അല്ലേ. സെയിം ഏരിയ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ആകെ ഒറ്റ ലൈനേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ബി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയേക്കാളും കൂടുതലാണ്, വിച്ച് മീൻസ് ഇ എ ഗ്രേറ്റർ ദാൻ ഇ ബി അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസേണിങ് ദി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് കറക്റ്റ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ അല്ലേ, ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, കറക്റ്റാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് ദി നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു, അതും കറക്റ്റാണ് അല്ലേ. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ഓർ എൻഡ്സ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് മെറ്റൽ, അതും കറക്റ്റാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ.